പശ്ചിമേഷ്യയിലെ 4 രാജ്യങ്ങളിലേക്ക് ഇറാൻ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. കുവൈറ്റിൽ വൈദ്യുതി നിലയവും കുടിവെള്ള ശുദ്ധീകരണ കേന്ദ്രവും തകർത്തു. ഖത്തറിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ഒരു കുട്ടിക്ക് പരിക്കേറ്റു. തെക്കൻ ഇറാനിലെ പാലങ്ങളും വൈദ്യുതി വിതരണ കേന്ദ്രങ്ങളും മിസൈൽ ആക്രമണത്തിൽ തകർത്തതായി അമേരിക്കയും അവകാശപ്പെട്ടു. അയൽ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കുമെന്ന ഇറാന്റെ വാക്കുകൾ പാഴ്വാക്കാകുന്ന കാഴ്ചയാണ് കുവൈറ്റിലേത്. ജനങ്ങളുടെ നിത്യജീവിതത്തെ സാരമായി ബാധിക്കുന്ന കുടിവെള്ള വിതരണം, കുടിവെള്ള ശുദ്ധീകരണം, വൈദ്യുതി വിതരണം എന്നിവ ലക്ഷ്യം വെച്ചായിരുന്നു പുലർച്ചെയുള്ള ആക്രമണം. വൈദ്യുതി നിലയത്തിന് കേടുപാടുകൾ പറ്റിയെന്നും ജനങ്ങൾ വൈദ്യുതിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും രാജ്യത്തെ ഊർജ്ജ മന്ത്രാലയം നിർദ്ദേശിച്ചു. ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ വൈദ്യുതി ഉൽപാദന യൂണിറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ദേശീയ വൈദ്യുതി ശൃംഖലയുടെ സ്ഥിരത ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായും മന്ത്രാലയം വിശദീകരിച്ചു. ബഹ്റൈൻ, ഖത്തർ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കും പുലർച്ചെ ആക്രമണങ്ങളുണ്ടായി. ഖത്തറിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് കുട്ടിക്ക് പരിക്കേറ്റു. ജോർദാനിലേക്ക് നിരവധി തവണ ആക്രമണം നടത്തിയതായി രാജ്യത്തെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം തെക്കൻ ഇറാനിലേക്ക് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇന്നും ആക്രമണങ്ങളുണ്ടായി. തെക്കൻ ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലേക്കായിരുന്നു അമേരിക്ക പുലർച്ചെ ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന സൂർ നദിക്ക് കുറുകെയുള്ള പാലം ആക്രമണത്തിൽ തകർത്തു. 2 പേർ മരിക്കുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഹോർമൂസിൽ അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുന്ന അത്രയും കാലം ഹോർമൂസിലൂടെ ഒരു കപ്പലും കടത്തിവിടില്ലെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.